ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ്. മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചിരിക്കുകയാണ്. ഇന്ന് പട്ടാഴി എന്ന ദേശഭാഗത്തിൽ ഒരു കൂട്ടം കുഞ്ഞു കുട്ടികൾ അതീവ ശ്രദ്ധയോടുകൂടി തങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി മറ്റുള്ളവർക്ക് മാതൃകയാക്കണ ഒരു കർമ്മവിധാനത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ കുഞ്ഞു കുട്ടികൾ അവർ ശബരിമല ദർശനം നടത്തിയ വേളയിൽ പന്തളം മുതൽ അങ്ങ് സന്നിധാനം വരെയുള്ള ആ മനോഹര വീഥികൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയും അതിനെ അവർ സ്വന്തം നാടായിട്ടുള്ള പട്ടാഴി എന്ന ദേശത്ത് പന്തളം മുതലുള്ള ഭഗവാന്റെ സന്നിധി വരെയുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അവരുടെ ഭാവനയെ വിടർത്തി നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി ശബരിമല ദർശനം അല്ലെങ്കിൽ ശബരിമല മിനി സ്ട്രക്ചർ എന്നുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. വളരെയധികം ശ്രദ്ധയോടുകൂടി അനേക ദിനങ്ങൾ അവർ കഷ്ടപ്പെട്ട് ഭയൻഡിലും അതേപോലെ പേപ്പറിലും കാർഡ്ബോർഡുകളിലും ഒക്കെ ആയിട്ട് പരിസ്ഥിതിക്ക് മലിനീകരണമില്ലാത്ത രീതിയിൽ ഈ സന്നിധാന ഭാവത്തെ മകരവിളക്കിനോടനുബന്ധിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ എന്താ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണ ആ കലാവിരുന്ന്. ഇന്നത്തെ തലമുറയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഖരം, ദ്രാവകം, വാതകം എന്നീ കർമ്മവിധാനങ്ങളിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്. നേരെ തിരിച്ച് ഭക്തിയുടെ അഗാധ തലങ്ങളിലേക്ക് ശബരിമല സന്നിധിയിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് ആ ഭഗവാന്റെ സന്നിധി എങ്ങനെയാണ് എന്ന് ഈ ഒരു നേർക്കാഴ്ചയിലൂടെ അവർ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണ ആ കലയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. ഒട്ടേറെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചാണ് 6ലും 5ലും 9ലും 10ലും പഠിക്കുന്ന ഈ കുഞ്ഞുങ്ങളാ ഇതിനെ വളരെയധികം വിശാലമായിട്ടുള്ള ഭാവത്തിൽ ആകർഷണീയമാക്കിയിരിക്കുന്നത്. അന്നേരം ഇത് കണ്ട മാത്രയിൽ ഇങ്ങനെയൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളിൽ ആ കലാവൈഭവങ്ങൾ, കലയില്ലാത്ത ജീവിതം കാർത്ഥമാണ് എന്ന ശാസ്ത്രം. അന്നേരം അങ്ങനെയുള്ള കലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ആ കലകൾ വളർത്തിയെടുക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പന്തളം കൊട്ടാരം മുതൽ പോകുന്ന വീഥികൾ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിരിക്കണം. അവർ പള്ളിയും അതേപോലെ നീർത്തടങ്ങളും അച്ചൻകോവിലാറും അതേപോലെ പമ്പയാറും അഴുത നദിയും എന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള കർമ്മസ്ഥാനങ്ങളും ഭഗവാൻ വസിക്കണ പുണ്യസങ്കേതമായ ശബരി എന്ന മനോഹാരിത നിറഞ്ഞ ആ താപസാശ്രമം
വളരെയധികം ശ്രദ്ധയോടുകൂടി അവർ ആകർഷണീയമാക്കി ഒരുക്കിയിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഇതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കൂടി ദർശിച്ചു കഴിഞ്ഞാൽ അത്ര പ്രാതിനിധ്യമൊന്നും തോന്നുകയില്ല. കാരണം ഇത് ഒരു നിസ്സാരമായിട്ടുള്ള ഭാവത്തിൽ നമുക്ക് തോന്നാം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് അവരിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കുഞ്ഞു മനസ്സുകളിൽ വിരിഞ്ഞ ആശയങ്ങളാണിത്. അന്നേരം ആ കുഞ്ഞു മനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക. അന്നേരം പട്ടാഴി എന്ന ദേശം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്ന് 12 കിലോമീറ്റർ മാറി അടൂർ, ചെങ്ങന്നൂർ, തൊടുപുഴ റൂട്ടിൽ മൈലത്ത് നിന്ന് തിരിഞ്ഞ് നേരെ കിഴക്കോട്ട് ദർശനമാക്കി അല്ലെ മൈലം വഴി പട്ടാഴി എന്ന റൂട്ടിൽ ചന്തമുക്ക് ജംഗ്ഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ സ്ഥാനഭാവത്തിൽ എത്തുവാൻ സാധിക്കും. അത് ഇങ്ങനെയുള്ള മിനി സ്ട്രക്ചറുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആശയവിനിമയ ഭാവത്തിൽ ആവിഷ്കരിക്കുവാനുള്ള, അതായത് നമ്മുടെ ധന്യമായ കേരളം എന്ന് പറയുന്നത് ദൈവങ്ങളുടെ നാട് എന്നുള്ളതാണ്. ഇന്ന് രാഷ്ട്രീയ കുത്തകകളുടെയും അതേപോലെ മാനുഷിക മൂല്യങ്ങളില്ലാതാകുകയും സാഹോദര്യമില്ല, സ്നേഹമില്ല, മാതാപിതാ ബന്ധങ്ങളില്ല. ഇതിനെയൊക്കെ നമുക്ക് കാണിക്കുവാൻ മതസൗഹാർദ്ദവും ഒക്കെ കാണുവാൻ നമുക്കിവിടെ സാധിക്കും. ബാവര് പള്ളിയും അതേപോലെ അയ്യപ്പന്മാർ ഇരുമുടി കെട്ടേന്തി പോകുക, അതേപോലെ KSRTC ബസ്സുകളുടെയും ഫയർഫോഴ്സുകളുടെയും പോലീസ് സ്റ്റേഷനുകളുടെയും പിന്നെ പമ്പ ഗണപതി ക്ഷേത്രം തുടങ്ങി നീലിമല തുടങ്ങി എല്ലാം നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ അവർ ചിട്ടപ്പെടുത്തിയിരിക്കും. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർ ഇതൊന്നും വന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അമ്പരപ്പെട്ടു പോകും എന്നുള്ളതാണ്. ചെറിയ ബാല്യങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഈ ആവിഷ്കാര രീതി നമ്മുടെ ന്യൂ ജനറേഷൻ തലമുറ എത്രത്തോളം നല്ല രീതിയിലാണ് അതിനെ മഹനീയമാക്കിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ഈ ദേശഭാവത്തിലേക്ക് അവരുടെ കലാവിരുന്നുകൾ കാണുവാൻ എല്ലാ സജ്ജനങ്ങളെയും ഭക്ത്യാദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ശബരിമല തന്നെ ദർശിക്കുന്നതിന് തുല്യമായിട്ട് ഈ സ്ഥാനഭാഗത്തെ കാണുവാൻ സാധിക്കും. പിന്നെ ആനകൾ, അയ്യപ്പന്മാർ, മാളികപ്പുറങ്ങൾ, 18 പടികൾ എന്ന് വേണ്ട എല്ലാം മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. അല്ല, കുഞ്ഞുങ്ങളിലുള്ള ഈ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക വഴി നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മുടെ ആർഷഭാരത സംസ്കാരം കാണിച്ചു തരുന്ന ഇതുപോലെയുള്ള പുണ്യപ്രവർത്തനങ്ങൾ നമ്മൾ അത് നിസാരമെങ്കിലും തള്ളിക്കളയരുത്. അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടുകളെ നമ്മൾ മനസ്സിലാക്കണം. ആ കഷ്ടപ്പാടുകൾ എത്രയെത്ര ദിനങ്ങളിൽ അവരുടെ മനസ്സിൽ വിരിഞ്ഞ ആശയങ്ങൾക്കനുസൃതമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവരോടൊത്ത് തത്വമസി അത് നീയാകുന്നു, ഏത് നമ്മൾ തേടി വന്നിരിക്കുന്നത് ആരെയാണോ ആ ഊർജം നാം തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് മറ്റൊരു ശാസ്ത്രം പഠിക്കുകയോ അല്ലെങ്കിൽ അറിയുകയോ വേണ്ട. നമ്മുടെ മനസ്സ് ഒന്ന് പരമമായിട്ടുള്ള ഭാവത്തിൽ, ബോധമായ ഭാവത്തിൽ ചിന്തിച്ചാൽ മാത്രം മതിയാകും. അന്നേരം ഏവരും ഈ സന്നിധിയിലേക്ക് എത്തും
എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നല്ല ഒരു വീഡിയോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മന്ത്ര തന്ത്ര അതേപോലെ വിശേഷാൽ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. അതിനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വിശ്വസ്തയോടുകൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.